എത്ര ദിവസം എടുക്കും ഒരു ഓമൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്? ഇതൊരു വിഷയം വെച്ചാൽ ഇതിന്റെ വിഷയം വെച്ചാൽ ഇത് എനിക്ക് കൂടുതൽ തോന്നുന്നൊരു നമുക്കൊരു മൈൻഡ് ഒക്കെ എന്നാൽ കൂടുതൽ അടിപൊളി ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകാർക്ക് ബേസിക്കലി ക്രാഫ്റ്റാണ്. അപ്പോൾ അത് നമുക്കൊരു മെന്റൽ കാലത്തൊക്കെ എൻ്റെ കാലത്ത് ഒരു 10-10:30 വരെയൊക്കെ 8 മണിക്ക് കയറിയാൽ നമുക്ക് പീക്കായിരിക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ഇതായി നടക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ബ്രെയിന് ഒക്കെ വർക്ക് ചെയ്ത് സെറ്റ് ആവും. വൈകുന്നേരം നമ്മൾ വേറെ വർക്കിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഇത് പറ്റത്തില്ല, വരയ്ക്കാനും പറ്റില്ല. ഇതൊക്കെ കാണിച്ചു തരുമോ? ഇത് കാണാൻ പറ്റും ഡൗട്ടായിട്ട്. അതല്ല ആ രൂപങ്ങള് ഇതൊക്കെ നമ്മൾ തന്നെ വരച്ചെടുത്തിട്ട് 3D ചെയ്താണ്, മെഷീൻ ചെയ്താണ്, സാമ്പിൾ ചെയ്ത് വെച്ചാണ് ഇതൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്ത് വെച്ചാണ്. സോളിൽ കേട്ടോ ഇതിന് ഫിനിഷിംഗ് ഉണ്ട്. മെഷീൻ ചെയ്യാൻ ഫിനിഷിംഗ് ഉണ്ട്. നമ്മൾ ഈ സാധനം എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫിനിഷിംഗ് ഉണ്ട് ഈ സംഭവം. ഇത് ബ്രാസ് ആണ്, പിച്ചളയാണ്. പിച്ചള എന്താ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ സാധനമൊക്കെ വീട്ടിലെനിക്ക് വന്ന് നല്ല ഇത് ഫിനിഷിംഗ് ഉണ്ട് അതിന്. പിന്നെന്താ ഡൈകൾ ചെയ്യണുണ്ടല്ലേ? ഇതെല്ലാം ഡൈകൾ കേട്ടോ. നമ്മൾ പ്രൊഡക്റ്റ് റോള് ചെയ്യുന്ന ഡൈകൾ കേട്ടോ. നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ കോമൺ മാനെ സംബന്ധിച്ചോളം ഇത് അവർക്ക് B2B ആണ്. ഡയറക്റ്റ് ഇത് സാധനം ഉണ്ടാക്കുന്ന ആള്, ഈ സീൽ ഉണ്ടാക്കുന്ന ആള്. ആക്ച്വലി ഇതൊക്കെ മാനുഫാക്ചേഴ്സിനല്ലേ ഈ ഗോൾഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടത് അല്ലേ? അതെ, മാനുഫാക്ചേഴ്സിനുണ്ട് ഇതെല്ലാം വേണ്ടത്. നോർമൽ ആൾക്കല്ല, ഇതെല്ലാം വേണ്ടത് മാനുഫാക്ചേഴ്സിനാണ്. അവരുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ശരിക്കും എന്ത് പ്രൊഡക്ട്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് വന്നാൽ മതി, നമ്മളത് ചെയ്തു തരാം. എന്ത് കാര്യങ്ങളും നമുക്ക് അത് താല്പര്യമുള്ള കേസാണ് കേട്ടോ. ബി ഓണസ്റ്റ്, ഇൻട്രസ്റ്റിംഗ് അല്ല. കാരണം വെച്ചാൽ പറ്റാത്ത കാര്യം ചെയ്യാൻ നല്ല രസമുണ്ട്. അത് വ്യക്തിയുടെ സന്തോഷമുള്ള കാര്യമാണ്. അതെ, ഓക്കെ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഉള്ളത്? നമുക്ക് ഇത്രയൊക്കെ സാമ്പിൾ ഉള്ളൂ അല്ലേ? സാമ്പിൾ ഉള്ളു. ഇതൊക്കെ കാണിക്കും. ഇതൊക്കെ പക്ഷേ ഇതൊന്നും നമുക്ക് അധികം പോളിഷ് വെക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതൊക്കെ ഹാർഡായിട്ട് അടിക്കുന്ന സാധനങ്ങളാണ്. ഇത് ആലൂവാണ്, മനസ്സിലായി? നിങ്ങള് പള്ളിയിലൊക്കെ ആലൂപം കൊടുക്കാനുണ്ടോ പ്രാർത്ഥിക്കുമ്പോ? അതിന്റെ രൂപമാണത്. അങ്ങനെ പല രൂപങ്ങളുണ്ട്. ഹാർട്ട് ഉണ്ട്, ലെൻസ് ഉണ്ട്, ഇപ്പൊ ഇതൊക്കെ രൂപമാണ്. അങ്ങനെ രൂപങ്ങളത് അത് പലയിടത്തും ഇതാണ് മെറ്റൽ എംബോസ് ചെയ്യുക. മെറ്റൽ ക്രാഫ്റ്റ് ചെയ്യുക. മെറ്റൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വുഡൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് വുഡ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും മെറ്റാണ് ചെയ്യുന്നത്. അത് ഏത് മെറ്റലായാലും അതിൽ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ് ചെയ്യുന്നത്.